നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടൂർ സ്വദേശിനിക്കാണ് തികച്ചും സൗജന്യമായി ആദ്യ ഡയാലിസിസ് സേവനം നൽകിയത്. എപി അനിൽകുമാർ പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം പങ്കുവച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വി.കെ. അസ്കർ മുൻകൈയെടുത്താണ് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിനായുള്ള പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത്. 10 ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വകയിരുത്തിയ 50 ലക്ഷത്തിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് 2 കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഡയാലിസിസ് ചെയ്യാനായി പഞ്ചായത്തുകളിൽ നിന്നടക്കം 100ഓളം അപേക്ഷകളാണ് അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഡയാലിസിസ് സെന്റർ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു. അതിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി 50 ലക്ഷം രൂപ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് വളരെ വൈകിപ്പോയി. പക്ഷേ ഇന്ന് നമ്മളത് യാഥാർത്ഥ്യമായി അതിൻ്റെ പ്രാരംഭ തുടക്കം ഇന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ, നമ്മുടെ തൊട്ടടുത്ത വണ്ടൂർ പഞ്ചായത്തിലെ ഈ ആശുപത്രിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രോഗിയെ ഡയാലിസിസ് ചെയ്തുകൊണ്ടും തുടങ്ങുകയാണ്. അത്യാഹിത വിഭാഗം, നവീകരിച്ച ഫാർമസി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, മുറ്റം കട്ടപതിക്കൽ തുടങ്ങിയ പദ്ധതികൾ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും. ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒട്ടനവധി വികസന പ്രവർത്തികൾ നടപ്പിലാക്കാൻ വി.കെ. അസ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.